1,00,000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് വണ്ടിയുടെ മേജർ സർവീസ് ചെയ്യാനായിട്ട് ഞാൻ ഈ വർക്ക്ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് വർക്ക്ഷോപ്പിലോട്ട് പോകുന്ന വഴിയാണ്. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഒടുവിൽ നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുന്നു. പിന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇടയ്ക്ക് വെച്ച് ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഉള്ള വീഡിയോസ് വെച്ചിട്ട് ഞാൻ കാണിക്കുക നിങ്ങളുടെ അടുത്ത്. അങ്ങനെ നമ്മൾ എൻജിൻ അഴിക്കുന്ന പണി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ വണ്ടിയിൽ ഒരുപാട് മെയിൻ്റെനൻസ് ചെയ്യാനുണ്ട്. നമുക്കിപ്പോൾ ചെയ്യാനുള്ള വർക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ EGR ക്ലീനിങ് ചെയ്യണം, മാനിഫോൾഡ് ക്ലീനിങ്, ടൈമിംഗ് ചെയിൻ മാറണം, ടൈമിംഗ് ബെൽറ്റ് മാറണം, പിന്നെ ജനറൽ സർവീസായിട്ടുള്ള ഓയിൽ ഫിൽറ്റർ, എൻജിൻ ഓയിൽ, എയർ ഫിൽറ്റർ, പിന്നെ ഷോക്ക് അബ്സോർബർ മൗണ്ട് ചേഞ്ച് ചെയ്യണം. പിന്നെ ബമ്പറിൻ്റെ ഗ്രില്ല് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ പമ്പ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പം അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് പണികളുണ്ട്. ഈ വണ്ടിയുടെ അടിയിൽ കിടക്കുന്ന മഹാനാണ് റഫീഖ്. കാണാൻ ആശാൻ ചെറുതാണെന്നേ ഉള്ളൂ, കാനം ബുദ്ധിയാണ്. ഇവനെ സംബന്ധിച്ച് ഏത് വണ്ടി പണിയാൻ കിട്ടിയാലും അത് അറിയത്തില്ലെങ്കിലും അവൻ അറിയില്ല എന്ന് പറയത്തില്ല. അതാണ് അവൻ്റെ ഒരു കഴിവ്. ഇത് നമ്മുടെ ഗ്രില്ല് പെയിൻറ്റ് ചെയ്തു. പിന്നെ ഇതാണ് നമ്മുടെ EGR. ഭയങ്കരമായിട്ടും കരട് കയറി ഫുള്ള് ആകെ ശോകമായിട്ടിരിക്കുക. ഇത് നമ്മുടെ വണ്ടിയുടെ EGR പൈപ്പാണ്. അപ്പം ഇത് ഫുള്ള് കാർബൺ ഡെപ്പോസിറ്റ് കൊണ്ട് മാക്സിമം അടഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് വണ്ടിക്ക് ഈ പിക്കപ്പ് ഇല്ല. നമ്മൾ എത്ര കാലം എടുത്താലും വളരെ പയ്യാണ് പോകുന്നത്. ഇത് നമ്മുടെ EGR ആണ്. ഇതാണ് നമ്മുടെ മെയിൻ EGR. ഇത് ഫുള്ള് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഫുള്ള് കരട് കയറി ഇല്ലാണ്ടായിരിക്കും. ഇനി അതെല്ലാം ക്ലീൻ ചെയ്യണം നമുക്ക്. അപ്പോൾ എൻജിൻ പുറത്തോട്ട് എടുക്കുന്ന ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ നമ്മൾ. എങ്ങനെയും എൻജിൻ പുറത്തെടുത്ത് വേണം നമുക്ക് വർക്ക് എടുക്കാൻ. അതുമാത്രമല്ല വണ്ടിയുടെ ക്ലച്ചും നമ്മൾ മാറുന്നുണ്ട് ഇതിലൂടെ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് വണ്ടിക്ക് എൻജിൻ മൊത്തത്തിലങ്ങ് അഴിക്കാം എന്ന് വിചാരിച്ചത്. ഇതാണ് നമ്മുടെ സൺലേട്ടനാണ് നമ്മുടെ മെയിൻ മെക്കാനിക്ക്. സൺലേട്ടൻ പിന്നെ ആൾ നല്ല പാവമാണ്. പിന്നെ ഏത് പണിയെടുത്താലും അത് ഫിനിഷ് ചെയ്യണമെന്നുള്ളൊരു മൈൻഡുള്ള ഒരാളാണ്. എന്നുവെച്ചാൽ ഭയങ്കര കോൺസെൻട്രേഷനാണ്. നമുക്ക് നേരിട്ട് കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ എൻജിൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ 4 ദിവസം കൊണ്ടാണ് ഈ വർക്ക് തീർക്കാൻ നോക്കുന്നത്. കാര്യം ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ മെക്കാനിക്കൽ വർക്കിനും പെയിൻറ്റ് വർക്കിനും ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ വരുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ വർക്ക് എത്രയും പെട്ടെന്ന് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വർക്ക് നിന്ന് ചെയ്യുക അവർ. അങ്ങനെ റഫീഖും സൺലൈറ്റിനും ചേർന്ന് നമ്മുടെ എൻജിൻ തിരിച്ചു കയറ്റാനുള്ള പ്ലാനിലാണ്. പിന്നെ ഇതിൻ്റെ റേഡിയേറ്ററിൽ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് ഇപ്പോൾ എൻജിൻ ഓയിൽ ഒഴിക്കുക. ലൂബക്സിൻ്റെ ആണ്, അത്യാവശ്യം നല്ലൊരു എൻജിൻ ഓയിലാണ്. പിന്നെ നമ്മൾ കൂളൻ്റ് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി എത്രയും വേഗം തന്നെ പണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സൺലൈറ്റൻ വണ്ടിയെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബമ്പറും ബാക്കി കാര്യങ്ങളും കയറ്റിയാൽ മാത്രം മതി. വണ്ടി ഓൾറെഡി വണ്ടിയുടെ പണി ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി കഴുകി വാഷ് ചെയ്തെല്ലാം എടുക്കാം. അങ്ങനെ ബമ്പർ തിരിച്ച് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വാഷിങ് കഴിഞ്ഞു. വണ്ടിയുടെ മേജർ സർവീസ് എന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരെണ്ണമല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ എഫേർട്ട് എടുത്ത് വണ്ടീനെ ഫുൾ മേജർ സർവീസ് കംപ്ലീറ്റ് ചെയ്ത് വണ്ടി പുറത്തിറക്കിയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ പഴയതുപോലെയല്ല, ഭയങ്കരമായിട്ട് പവർ തന്നെ കയറിയിട്ടുണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത് 1.3 ആണ് ഈ വണ്ടി. 1.3 ഡീസൽ എൻജിനാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടി പിക്കപ്പ് ചെയ്ത് കയറുന്നുണ്ട്. നേരത്തെ ഇങ്ങനെയൊന്നും കയറത്തില്ലായിരുന്നു, പക്ഷെ ഭയങ്കര ഷോ ആയിരുന്നു. പക്ഷെ വണ്ടി ഇപ്പം നല്ലൊരു പൊളിയായിട്ടുണ്ട്, ഒരേ പൊളി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗൈസ്.